അവർക്ക് പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുക. ആരെ പ്രൊമോട്ട് ഇല്ലേ? ഷിയാക്കളെ പ്രൊമോട്ട് ചെയ്ത് അതെത്ര തെറ്റാണ്. തിയോളജിക്കലി നമ്മളും അവരും വളരെ അകലത്തിലാണ്. നമ്മളെ ഫിക്കും അവരെ ഫിക്കും അകലത്തിലാണ്. നിസ്കാരം തീരല്ലാത്ത ഷിയാക്കളുണ്ട്. നിസ്കാരം ഒരു വിഷയം തന്നെയല്ല ഇറാനിൽ. നിസ്കാരം ഞാൻ ഇവൻ ഷിയാബ് ചോദിച്ചൊരു ഇറാനിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഡെയിലി വിളിക്കും. അന്ന് അവൻ എന്നെ ഡെയിലി വിളിക്കും. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ അവരുടെ ഇബാദാത്ത് താല്പര്യങ്ങൾ, പള്ളി, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് അവനോട് പറയുകയും അവൻ ആ കാര്യം നന്ന റിപ്പോർട്ട് അറിയിക്കും. നിസ്കാരം യൂത്തിനൊരു വിഷയം തന്നെയല്ല. ഇപ്പം നമ്മൾ എന്താണെങ്കിലും നമ്മൾക്ക് എത്ര പോക്കാണെങ്കിലും നമ്മളിലെ വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യും? നിസ്കാരം വലിയ വിഷയം തന്നെയല്ലേ? ഇറാനികൾക്ക് നിസ്കാരം വിഷയം തന്നെയല്ല. പൊതുജനങ്ങൾക്ക് ആരോ നേതാക്കന്മാർ അലിഖാംനായി നിസ്കരിച്ചില്ല എന്നല്ല പറയണത്. അവർക്ക് നിസ്കാരം വിഷയമല്ല. നിസ്കാരം ഇല്ലാത്ത ഷിയാക്കളുണ്ട്. 300ഓളം ഓൺലൈൻ ചാനൽ. ഇതെവിടുക്ക എത്തിക്കണ ഒരു സമുദായത്തിനെ വികാരത്തിലേക്ക്, അതിവൈകാരികത. പിന്നെ അവരെടുക്കും അതിവൈകാരികതയിലേക്ക് ഒരു ജനത നീങ്ങിയാൽ ആ ജനതയെ കോർണർ വൽക്കരിക്കപ്പെടാൻ എളുപ്പമുണ്ട്. അപ്പൊ ഒരു ഭാഗത്തേക്ക് വരെ നീക്കാം. പുറത്ത് എന്തു പറയാം? അവർക്ക് അന്തല്ല, ബുദ്ധില്ലേനും. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, عن حذيفة بن اليمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم تكون فتنة ഉണ്ടാകും അവസാന കാലം വരുമ്പോൾ. فيها تعرج فيها عقول الرجال. മനുഷ്യരുടെ പ്രത്യേകിച്ച് പുരുഷന്മാർ അവരുടെയൊക്കെ ബുദ്ധി അതിൽ ഉയർന്നു പോകും. حتى ما تكاد ترى رجلا عاقلا. ഒരു ബുദ്ധിമാനെ കണ്ടെത്താൻ കഴിയില്ല. പകരം ആരെ കണ്ടെത്താൻ കഴിയുക? ഒരു വികാര ജീവിയെ. മനസ്സിലായില്ല? ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ ഫിത്തന ഉണ്ടാവും. ആ ഫിത്തനയിൽ ആദ്യം നരിക്കുക എന്താണ്? ബുദ്ധി. കേറിപ്പോവും. പുരുഷന്മാരുടെ ബുദ്ധിയെല്ലാം അതിൽ കയറിപ്പോവും. ഒരു ബുദ്ധിമാനായ പുരുഷനെ കാണാൻ തന്നെ കഴിയില്ല. ഒരു ബുദ്ധിമാനെ കാണാൻ കഴിയില്ല. ഒരു ബുദ്ധിമാൻ ഒരു കാര്യം കൈകാര്യം ചെയ്താൽ അതിന് ദോഷകരമായ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്തതിലൊക്കെ നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം അതായിരുന്നില്ല ശരിയായ ബുദ്ധിന്ന് പിന്നീട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പലതും പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ഇപ്പം പറയുന്നില്ല, ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അപ്പം അതെന്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങളവിടെ എത്തിയിട്ടില്ല. അപ്പം ഞാനത് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, മറ്റേ ഔലിയാനെ കുറ്റം പറഞ്ഞു, മറ്റേ കോജാനെ കുറ്റം പറഞ്ഞു പറയും. സ്വകാര്യമായിട്ട് പറഞ്ഞാലും പറ്റൂല. സ്വകാര്യമായിട്ട് പറഞ്ഞാൽ അന്ന് എൻ്റെ ആസിം ഉസ്താദ് നമുക്ക് ശരിയില്ല കേട്ടോ എന്ന് പറയും അടുത്ത ആളോട്. ജന്നെ പറയും ഉള്ളു പോക്കാണ് എന്നറിയും. ഒരു 10 ലൈൻ എന്നോട് പറയാൻ പറ്റും. ഇപ്പം പറയാൻ പറ്റൂല. ഈ അടുത്ത കാലഘട്ടത്തിൽ ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഖിൽ അതിലുണ്ടായിരുന്നില്ല. വലിയ നഷ്ടം സമുദായത്തിന് വരുത്തിച്ചിട്ടുണ്ട്. അപ്പം പറയാൻ പറ്റൂല. പറയാൻ മാത്രം നിങ്ങൾ പാകപ്പെട്ടിട്ടില്ല. കുറച്ച് കാലം കൊണ്ട് തല്ലുകൊള്ളാനും ആണല്ലോ നമ്മളിവിടെ ബാക്കിയാകുക. പറഞ്ഞതിന് പിറ്റേ നിങ്ങൾ എൻ്റെ തലെടുത്താലും അങ്ങനെയാണ്. അഖിലില്ല, അഖിൽ നഷ്ടപ്പെട്ടു. അപ്പം പിന്നെ വിവേകം ഉണ്ടാവില്ല. ഫിത്തനകൾ വരും. അതായത് പിന്നെ ഫിത്തനകൾ വരുമ്പോൾ മനുഷ്യന്മാർ എന്തിൻ്റെ പുറത്താണ് ചിന്തിക്കുക? വികാരപ്പുറത്ത് സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും ഒരു മനുഷ്യന് അക്കലുണ്ടാവില്ല. അക്കൽ എടുത്തടു പോകും. ഒരു പെണ്ണിനോട് ഒരു മനുഷ്യന് പ്രത്യേക വികാരം തോന്നിയാൽ പിന്നെ ഓൻ എന്തുണ്ടാവില്ല? അക്കലുണ്ടാവില്ല ഒരിക്കൽ. എന്താ പറയണത്? ഒരു പെണ്ണിൻ്റെ പോരൻ്റെ ചുറ്റുഭാഗത്ത് ഒരുത്തങ്ങനെ നിന്ന് കറങ്ങണ കണ്ടാൽ ഈ എന്താ പറയുക? ഓനെന്ത് മനുഷ്യൻ കാണില്ല, ഭാഷളത്തരം. നോക്കി ഞങ്ങൾ ഓനെങ്ങനെ നമ്മളെ മറ്റേ കുഞ്ഞുമേമത് മറ്റേ ആ സെക്കിനാൻ്റെ പെരൻ്റെ ചുറ്റിപ്പറ്റി അവിടെ ഇവിടെ നിന്ന് അവിടുത്തെ പീടിയൻ്റെ മുന്നേ കുത്താണ് വർത്താനം പറയുക, അതിലെ ചുറ്റിപ്പറ്റി നടക്കുക. പോത്തിനെ പോലത്തെ ബുദ്ധിയില്ലാത്തവൻ. അതേ സമയത്ത് ഇനി നിനക്കൊരു മറിയമ്മൂനോട് പ്രേമം വന്നാലോ ഇതേ പണി ചുടുക്കും. മനസ്സിലായി? അപ്പം എനിക്ക് ഭക്ഷണത്തിനെ തോന്നില്ല. എന്തുകൊണ്ട്? വികാരം വന്നാൽ എന്തുണ്ടാവില്ല? അക്കലുണ്ടാവില്ല. മനുഷ്യൻ വികാരം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ വൈകാരിക പുറത്ത് ഈ
13 ന്യൂസ് ചാനലാണ് കേരളത്തിൽ. ഇത്ര പോകുന്ന കേരളത്തിൽ 13 ന്യൂസ് ചാനൽ, 300ഓളം ഓൺലൈൻ ചാനൽ. ഇതെവിടുക്ക എത്തിക്കണ ഒരു സമുദായത്തിനെ? വികാരത്തിലേക്ക്, അതിവൈകാരികത. പിന്നെ അവരെടുക്കും അതിവൈകാരികതയിലേക്ക് ഒരു ജനത നീങ്ങിയാൽ ആ ജനതയെ കോർണർ വൽക്കരിക്കപ്പെടാൻ എളുപ്പമുണ്ട്. ഒരു ഭാഗത്തേക്ക് വരെ നീക്കാം. പുറത്ത് എന്തു പറയാം? അവർക്ക് അന്തല്ല, ബുദ്ധില്ലേനും അതിരാഷ്ട്രീയവൽക്കരിക്കപ്പെടുക. മനസ്സിലോട്ട് പറഞ്ഞത് എല്ലാം രാഷ്ട്രീയമായി ചിന്തിക്കുക. എല്ലാ രാഷ്ട്രീയവും നമ്മൾ അറിയുക, എല്ലാം നമ്മൾ കേൾക്കുക, എല്ലാം നമ്മൾ അഭിപ്രായം പറയുക. ആ മനസ്സിലോട്ട് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ നമ്മളെ എല്ലാ വാക്കും പ്രവൃത്തിയും പ്രഭാഷണം ഒക്കെ എന്തിലേക്ക് പോവും? വികാരത്തിലേക്ക് പോവും. വികാരപ്പുറത്തൊരു മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം. ഒരു മറിയമ്മൂനോട് എനിക്ക് പ്രേമം വന്നു. ഓള ബംഗ്ലാവാണത്, ജന ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ പീഡിയക്കാരൻ പറഞ്ഞു, ബേജാറാണ്ട, എനിക്ക് ചില 5000 റുപ്യ എന്നാൽ മതി, ഞാൻ എൻ്റെ പ്രേമലേഖനം കൊടുത്തേക്കാം. അതുപോലെ നിന്ന് പീടിയൊക്കെ സാധനം വാങ്ങാൻ വരുന്നുണ്ട്, ഒരു പറഞ്ഞോളൂ, ഓല കയ്യിൽ ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞാൽ 5000 കൊടുക്കുമല്ലേ? 10000 കൊടുക്കൂല്ലേ? പറ, സംഗതി ഞാൻ ഒപ്പിച്ചു തരാം. ഓളെ ഞാൻ നട്ടപ്പാതിരൊക്കെ ഇറക്കിത്തരാം. എനിക്ക് മോട്ടോർ സൈക്കിൾ ഓടിച്ച് വന്ന് നിന്നാൽ മതി, എനിക്കോളെ കൊണ്ടുപോകും ചെയ്യാം. അവിടേക്ക് കാര്യങ്ങൾ ഞാൻ എത്തിച്ചു തരാം. ഇത് 10 കത്ത് അങ്ങോട്ട് കൊടുത്തേക്കേണ്ടി വരും, ഒരു 10 കത്തോളം ഇങ്ങോട്ടും തരും. അവിടേക്ക് ഞാൻ കാര്യം എത്തിച്ചേരാം എന്ന് പറഞ്ഞാൽ 10 കത്ത് ജീവൻ്റെ അടുത്ത് കൊടുക്കും. അതിന് ഓരോ കത്തിന് മറുപടി ഓൻ തന്നെ തരുകയും ചെയ്യും. പക്ഷെ പൈസ കയറുണ്ട്. 1 റുപ്യെങ്കിലും കാണണം, 1,00,000 റുപ്യ അങ്ങനെ ഞങ്ങൾ പറയില്ലേ. കുറച്ച് 50,000 പോയിക്കാണ്ട് പണി നോക്കിയിട്ട് 50,000 അങ്ങനെ ആ ബംഗ്ലാവുക്കൊക്കെ ഒരു കത്തെത്തിക്കാനുള്ള പണി അത്ര. ചുരുക്കത്തിൽ ഈജായതുകൊണ്ട് ഞാനൊരു 2 റുപ്യ കുറച്ച് 98 മതി. അങ്ങനെ പറയില്ല നിങ്ങൾ. അവസാനം 90 കച്ചവടം ഉറപ്പിക്കും. എന്നെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ പാർക്കണം അറിയമ്മനോട്. വികാരം തോന്നിയാൽ മതി. വികാരപ്പെട്ട ഒരു മനുഷ്യനെ ചൂഷണം ചെയ്യാൻ എളുപ്പം. ഈ സമുദായം മനസ്സിലാണ്ട് പറയും, ഈ സമുദായത്തെ ചൂഷണം ചെയ്യപ്പെട്ടു. അതാണ് 921. 921 ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ആലിമുസ്ലിക്ക് പേച്ചോയതാണ്. 100% ആലിമുസ്ലിക്ക് വെച്ചതാണ്. ആലിമുസ്ലിക്ക് അത് ചെയ്യാൻ പാടില്ല. 4% നല്ല മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷേ ബോധമുണ്ടായില്ല ആരോടാണ് ഈ എതിർക്കുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എതിർക്കാണ്. എന്നിട്ട് മഞ്ചേരി ഒരു ഭരണകൂടം ഉണ്ടാക്കിയവർ, ഒരു മഞ്ചേരി ആസ്ഥാനമായ ഒരു ഭരണകൂടം. ബ്രിട്ടീഷുകാരെ ബാങ്കിൽ പോയി കയറിയിട്ട് ട്രഷറിയിലും ബാങ്കിലൊക്കെ ഉള്ള നോട്ടിനൊക്കെ ഇട്ട് മാപ്പിളാർക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തു. ഇനി നമ്മളെ കൊയ്യും വയലുകളെല്ലാം നമ്മളതല്ലേ ഇപ്പോഴെങ്കിൽ അങ്ങനെ ഒക്കെ ഇവർ ഒരു സ്വന്തം നാടാക്കി. ആരാണ് മനസ്സിലായില്ല? പ്രധാനമന്ത്രി. അതിന് മനസ്സിലായില്ല. വാര്യംകുന്നത്ത് അടക്കമുള്ള കുറച്ച് പ്രധാനമന്ത്രിമാരും. ഇതാരോടെ കളിക്കണ്? മനസ്സിലായി. വാര്യംകുന്നത്തിന് ഷഹീദാകാം, പക്ഷെ തെറ്റായി ഷഹീദാകലാണ്. വാര്യംകുന്നത്ത് 90% തെറ്റായി ചെയ്തത്. ഷഹീദിന് കൂലി കിട്ടൂല. ആത്മാർത്ഥമായി കൂലി കിട്ടുമായിരിക്കും, കൂലി കിട്ടും. ഞാൻ അതൊന്നുമല്ല. പക്ഷെ അവർ ചെയ്ത തെറ്റെത്രയാ? 10,000 മുസ്ലിം പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു ബ്രിട്ടീഷ് പട്ടാളത്തിനാൽ. അതിന് പരിഹാരം എന്താ? അതിന് കാരണം ആലി മുസ്ലിയരാണ്. ഞാൻ ഒരിക്കലും ആലി മുസ്ലിയർ അംഗീകരിക്കൂല. 10,000 മുസ്ലിം വീടുകളിൽ മുസ്ലിം പെണ്ണുങ്ങൾ ആ ഒരൊറ്റ ആഴ്ച ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 10,000 പാവപ്പെട്ട പെൺകുട്ടികൾ ബ്രിട്ടീഷ് പട്ടാളം ബലാത്സംഗം ചെയ്തു. എത്രയോ പെണ്ണുങ്ങൾ ബ്രിട്ടീഷുകാരന് ഗർഭം ധരിച്ചു. ആരേത് ചെയ്തത്? ആലിമുസ്ലിയർ. ഞാനത് അംഗീകരിക്കൂല. നിങ്ങൾക്ക് ആലിമുസ്ലിയർ വലിയ ആളാണെങ്കിലും എനിക്ക് ആലിമുസ്ലിയർ വലിയ ആളേ അല്ല. അത് തെറ്റായ ചിന്താഗതിയാണ്. തെറ്റാണത്, 100% തെറ്റാണ്. ആലിമുസ്ലിയർ ഗസാലി എടുത്ത പണിയെടുക്കുന്നുണ്ട്. നമുക്ക് ഈ അധമത്തം വരാൻ കാരണം നമ്മൾ
അള്ളാഹുവിൽ നിന്ന് അകന്നു പോയതാണ്. നമ്മൾ ആരിലേക്ക് തിരിച്ചു പോകണം? ഇതാണ് ബാധ്യത. അതാണ് ആലി മുസ്ലിം പറഞ്ഞ പൊളിറ്റിക്കലായ ഒരു സമൂഹത്തെ പിന്നെ അത് കൊണ്ടുവരൽ ബാധ്യതയില്ല. നമ്മളെ മുൻഗാമികൾ അത് ചെയ്തിട്ടേയില്ല. ഒരു മുൻഗാമി ചെയ്തിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലായി, ചിന്തിക്ക്. AD 1502 പോർച്ചുഗീസുകാർ കേരളം പിടിച്ചെടുക്കുന്നത്. 1522 മഖ്ദൂമുൽ മഅബരി അൽ കബീർ വഫാത്താവുന്നത്. ഒരു രചനയിൽ എവിടെയും ആ ചർച്ചനില്ല. അതേസമയത്ത് സാമൂതിരി ആവശ്യപ്പെട്ടു നാവികപ്പട ഉണ്ടാക്കാൻ മാപ്പിളമാരോട് കരുത്തിട്ട ആളുകളെ നിങ്ങൾ തരണം. അതിന് ആളെ കൊടുത്തു. ഒന്നാം കുഞ്ഞാലി മരക്കാരടക്കം ഇവരുടെ മുരീദന്മാരാണ്. ആരാവശ്യപ്പെട്ടു? ഭരണാധികാരിയെ സഹായിക്കൽ പ്രജയുടെ ബാധ്യതയാണ്. പൊതുജനത്തിന് ഇളക്കിയതേ ഇല്ല. 1467 ജനിച്ചിട്ട് 1522 വഫാത്തായി ഒന്നാം മഖ്ദൂം. എഴുതിച്ചു. എത്ര 1467 ജനിച്ചു ഒന്നാം മഖ്ദൂം. 1522 വഫാത്തായി. പൊന്നാനി, ഇപ്പോൾ കാണുന്ന പൊന്നാനി പള്ളി 1510 ഉദ്ഘാടനം ചെയ്തു. AD 1510 ഇന്നത്തെ പൊന്നാനി പള്ളി. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? 1467 ജനനം. 1522 വഫാത്ത്. പോർച്ചുഗീസുകാർ വരുന്നത് 1502 വാസ്കോഡി ഗാമയുടെ പിടിച്ചടക്കൽ വരവ്. എന്തൊക്കെ അനർത്ഥങ്ങൾ ചെയ്തു. പക്ഷേ മഖ്ദൂമി രചനകളിൽ അതൊന്നുമില്ല. മഖ്ദൂമി രചന അതുക്കിയാണ്. അതുക്കിയേ. അതുക്കിയിൽ എന്താ പറഞ്ഞത്? അതുക്കിയ എന്ന് പറഞ്ഞാൽ എന്താ അതുക്കിയ എന്നുള്ളത് എങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം, അതിനെ ചർച്ച അതുക്കിയ അല്ലേ? നിങ്ങൾ ചിന്തിക്കുക. അതാണ് നമുക്ക് എഴുതാ പറഞ്ഞാൽ കാരണം നമ്മൾ അള്ളാഹുവിനകന്നു പോയതാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തിക്കലാണ് പണ്ഡിതന്റെ ഉത്തരവാദിത്വം. പിന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതുന്നുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീനും എഴുതിയത് എന്തിനു വേണ്ടിയാ? തുഹ്ഫത്തുൽ മുജാഹിദീൻ ബീജാപൂർ സുൽത്താനിന് സമർപ്പിച്ചതാ. കേരളത്തിലെ പ്രതിസന്ധികൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാമൂതിരി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസുകാർക്കെതിരെ പട നയിക്കുന്ന പട്ടാളക്കാർക്കുള്ള സമ്മാന, സാധാരണക്കാർക്ക് സമ്മാനമല്ല. ഇതാ തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇത് രണ്ടാം മഖ്ദൂം എഴുതിയതാണ്. രണ്ടാം മഖ്ദൂമിൻ്റെ കാലഘട്ടം AD 1531 ജനിച്ചു. 1583 വഫാത്തായി. AD 1531 ജനിച്ചു. വല്ലിപ്പയാണ്. ഒന്നാം മഖ്ദൂമിൻ്റെ മകൻ അബ്ദുൽ അസീസ് മഖ്ദൂമിൻ്റെ മകനാണ് രണ്ടാം മഖ്ദൂം. നേരെ മകനല്ല. മനസ്സിലായില്ല? ഒന്നാം മഖ്ദൂം 1467 ജനിച്ചിട്ട് 1522 വഫാത്തായി. അവരുടെ മകനാണ് അബ്ദുൽ അസീസ് മഖ്ദൂം. ചോമ്പാലിൽ നിന്ന് കല്യാണം കഴിച്ച അബ്ദുൽ അസീസ് മഖ്ദൂം. ആ അബ്ദുൽ അസീസ് മഖ്ദൂമിൻ്റെ മകനാണ് ആര്? രണ്ടാം മഖ്ദൂം ഉസ്സാനി, സൈനുദ്ദീൻ മഖ്ദൂം ഉസ്സാനി. അവർ 1531 ജനിച്ചു. അവർ 1583 വഫാത്തായി. അപ്പൊ ഇത് രണ്ടാം മഖ്ദൂം എഴുതിയതാണ്. പക്ഷെ ഇതുപോലും ആർക്കുള്ള സമ്മാനമാണ്? പട്ടാളക്കാർക്ക്. അവർക്ക് വീര്യം ഉണ്ടാക്കുക. തുഹ്ഫത്തുൽ മുജാഹിദീൻ പട നയിക്കുന്നവർക്കുള്ള സമ്മാനം. പിന്നെ ഈ വിഷയം കേരളത്തിലെ സാമൂതിരി കഷ്ടപ്പെടുന്ന പ്രതിസന്ധികൾ ബീജാപ്പൂർ സുൽത്താൻ അന്ന് കരുത്തുള്ള ആളാണ്. ബീജാപ്പൂർ സുൽത്താൻ സമർപ്പിച്ചിരിക്കുക ഈ പുസ്തകം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അവിടെയും പൊതുജനത്തെ ഇളകി വശാക്കിയിട്ട് ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന പണി പോലും ആര് ചെയ്തിട്ടില്ല? മഖ്ദൂം. ഒന്നാം മഖ്ദൂം ഒന്നും ചെയ്തിട്ടില്ല. രണ്ടാം മഖ്ദൂം ഇതിൻ്റെ പീക്ക് ടൈമിലാണ്. 531 ജനിച്ചിട്ട് 583 വഫാത്തായി. 1000. അപ്പം നമ്മളുടെ പണ്ഡിതന്മാരെ പണി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ പൊളിറ്റിക്കലൈസ് ചെയ്യലല്ല. അതിലേക്ക് അവർ ഓടുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോരണം. വികാരപ്പുറത്തേക്ക് ഒരു ജനത നീങ്ങിക്കഴിഞ്ഞാൽ ആ ജനതയ്ക്ക് പിന്നെ ബുദ്ധി എന്ന സാധനം ഒരിക്കലും ഉണ്ടാവില്ല. മലബാറിലെ മാപ്പിളമാർ ഇന്ന് ചർച്ച ചെയ്യുന്നതും ചിന്തിക്കണം മൊത്തം വികാരപ്പുറത്താണ്. അതിൻ്റെ പുറത്തേക്ക് നിങ്ങൾ പോകരുത്. രാഷ്ട്രീയക്കാർക്ക് അവർ താല്പര്യങ്ങളുണ്ടാവും. നിങ്ങളതിൻ്റെ പിന്നെ എന്തിനാ ഓടും?
മനസ്സിലായി. ഇത് വളരെ പ്രശ്നമാണ്. ഇത് അതായത് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ യൂത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്തെ ചില വാർത്തകൾ വന്നപ്പോൾ ചില ആളുകൾ എനിക്കത്ര വാർത്തകൾ എത്തിച്ചേരാറുണ്ട്. ഞാൻ ഈ പൊതുവെ വാർത്തയൊന്നും നോക്കൂല, പക്ഷേ ആളുകൾ എത്തിച്ചേരുന്നത് തന്നെ അവർക്ക് ഒരു വിഷമം കൊണ്ടാണ്. ഷിയാത്ത് വായിലേക്ക് നമ്മളൊക്കെ യൂത്ത് വരുന്നുണ്ട് ഉസ്താദെ എന്ന് എന്നോട് ചില ആളുകൾ പറഞ്ഞു. എൻ്റെ ചില ഉദാഹരണങ്ങളും എനിക്ക് കാണിച്ചു തന്നു. അപ്പം നമ്മൾ തന്നെ ചില ചാനലുകാർ അവർക്ക് പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുക. ആരെ പ്രൊമോട്ട് ഇല്ലേ? ഷിയാക്കളെ പ്രൊമോട്ട് ചെയ്ത് അതെത്ര തെറ്റാണ്. തിയോളജിക്കലി നമ്മളും അവർ തമ്മിൽ വളരെ അകലത്തിലാണ്. നമ്മളെ ഫിക്കും അവരെ ഫിക്കും അകലത്തിലാണ്. നിസ്കാരം തീരല്ലാത്ത ഷിയാക്കളുണ്ട്. നിസ്കാരം ഒരു വിഷയം തന്നെയല്ല ഇറാനിൽ. ഞാൻ ഷിയാബ് ചോദിച്ചൊരു ഇറാനിൽ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഡെയിലി വിളിക്കും. അന്ന് അവന് എന്നെ ഡെയിലി വിളിക്കും. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ അവരുടെ ഇബാദാത്ത് താല്പര്യങ്ങൾ, പള്ളി, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് അവനോട് പറയുകയും അവൻ ആ കാര്യം നന്ന് റിപ്പോർട്ട് അറിയിക്കും. നിസ്കാരം ഒന്നും യൂത്തിനൊരു വിഷയം തന്നെയല്ല. ഇനിയിപ്പോൾ നമ്മളെന്താണെങ്കിലും നമ്മൾക്ക് എത്ര പോക്കാണെങ്കിലും നമ്മളിലെ വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോൾ എന്തു ചെയ്യും? നിസ്കരിക്കും. നിസ്കാരം വലിയ വിഷയം തന്നെയല്ലേ? ഇറാനികൾക്ക് നിസ്കാരം വിഷയം തന്നെയല്ല. പൊതുജനങ്ങൾക്ക് ആരോ നേതാക്കന്മാർ അലി ഖാംനായി നിസ്കരിച്ചിട്ടില്ല എന്നല്ല പറയണത്. അവർക്ക് നിസ്കാരം വിഷയമല്ല. നിസ്കാരം ഇല്ലാത്ത ഷിയാക്കളുണ്ട്. മനസ്സിലാണ്ട് പറയാം. ഹജ്ജിന് പോകാത്ത ഷിയാക്കളുണ്ട്. ഹജ്ജിന് പോകുന്നതിന് പകരം അവരെ ഏതോ ഇമാമിൻ്റെ അടുത്ത് പോയാൽ മതി എന്നാക്കാനും അങ്ങനെ വിശ്വാസമുള്ളവരുണ്ട്. ഒക്കെ എത്ര തെറ്റായ വിശ്വാസങ്ങളാണ്. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സിദ്ദീഖ് എന്നുള്ളത് ആവശ്യമില്ല, അർഹതല്ലാത്തൊരു കാര്യം തട്ടിയെടുത്തതാണ് എന്ന പരക്കെ വിശ്വാസം. നമ്മളെ വിശ്വാസം എന്താ? ഒന്നാം ഖലീഫ ആകേണ്ടത് ആരെന്നെ? സയ്യിദുനാ സിദ്ദീഖ്. രണ്ടാം ഖലീഫ ആകേണ്ടത് സയ്യിദുനാ ഫാറൂഖ്. മൂന്നാമത്തെ ഖലീഫ സയ്യിദുനാ ഉസ്മാൻ. നാലാണ് സയ്യിദുനാ അലി. അലി വലിയ ആളല്ലേ? 100% വലിയ ആളാണ്. ആർക്കാ സംശയമുള്ളത്? മുസ്തഫ റസൂലുള്ളാഹിന്റെ സഹോദരനാണ്. ഫാത്തിമ ബീവിൻ്റെ ഭർത്താവ് നമ്മളെ കരളിൻ്റെ കഷ്ണാണ്. കാരണം മുസ്തഫ നബിൻ്റെ കരളിൻ്റെ കഷ്ണാണ് ആര്? ഫാത്തിമ ബീവി. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമല്ലേ? അത് പക്ഷെ തെർത്തീബ് അങ്ങനെ തന്നെയാണ്. അതിൽ തെറ്റിന്ന് ചോദിച്ചാൽ അത് സിദ്ദീഖുൽ അക്ബറിനെ മോശാക്കലാണ്. സിദ്ദീഖുൽ അക്ബർ മോശമായിട്ടുണ്ടെങ്കിൽ അബീബക്കറിൻ ഉമറാണ് ആദ്യം പറഞ്ഞത്. സിദ്ദീഖുൽ അക്ബറിന്റെ പേരാണ്. അപ്പോൾ അവിടെ പേച്ച് നബിക്കാന്ന് പറയേണ്ടി വരും അല്ലേ? എനിക്ക് ശേഷം നിങ്ങൾ 4 ആളെ പിൻപറ്റേണ്ടില്ല. ഏറ്റവും ആദ്യത്തെ 2 ആൾ ആരാണ്? അബൂബക്കർ ഉമറാണ് മുസ്തഫ നബി പറഞ്ഞല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സിദ്ദീഖുൽ അക്ബർ ആണ് ഏറ്റവും പ്രമുഖൻ. ഇമാമത്തിന് പറഞ്ഞേക്കുണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനെ പിന്നെയും നിർബന്ധിച്ച് നിർത്തുന്നുണ്ട്. സിദ്ദീഖ് അതെന്ത് ഒരു ഇഷാറത്താണ് അത്? ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത അധികാരം ആര് ഏറ്റെടുക്കണം? അപ്പൊ അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസരമില്ലാതെ അർഹതല്ലാതെ കയറി പിടിച്ച ആളാന്ന് പറഞ്ഞാൽ ഇവിടെ പേച്ചിന് ആർക്കാന്ന് വരും? പറയടോ, ഇവിടെ ആർക്കാ പേച്ച്? മുസ്തഫ നബി പേച്ചു എന്ന് പറയേണ്ടി വരും. ഇതാണ് ഷിയ വിശ്വാസം. ഇപ്പോൾ ഒരു 4 മിസൈൽ ഇട്ടിട്ട് അവർ അമേരിക്കയെ തൽക്കാലം പേടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരെ ഭാഗം ശരിയാണെന്ന് പറയാൻ യാതൊരു ന്യായവും ഇല്ല. അതേസമയത്ത് സാമ്രാജ്യത്വത്തിനെതിരെ ഇപ്പോൾ ചെയ്യേണ്ട വളരെ വലിയ കൃത്യമായൊരു അപ്രോച്ച് അവർ ഈ സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലോങ് ടൈമിൽ ഇത് നിലനിർത്താൻ അവർക്കോട്ട് ഒരിക്കലും കഴിയില്ല. ഇമ്പോസിബിൾ. ഒരിക്കലും കഴിയില്ല. ഞാനത് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചായി. പിന്നെ ഞാൻ ഇതിങ്ങനെ പറയല്ലാതെ നിർവാഹമില്ല. ചില ആളുകൾ വരെ അതേ സമയത്ത് വഹാബികൾ എന്ന് പറഞ്ഞ വിഭാഗത്തെ കണക്കാക്കേ വേണ്ട. അവർ മുസ്ലിം ലോകത്തിൻ്റെ ബോധം കെടുത്തിട്ടിരിക്കുക ഒരു നൂറ്റാണ്ടായി. നമുക്ക് എപ്പോൾ ഒരു പണിയുള്ളൂ. എന്ത് റബ്ബേ, ഞങ്ങൾക്കൊന്നിനും കഴിയില്ല. അല്ലെങ്കിലും നമ്മക്കല്ലല്ലോ കഴിയുക. ആർക്കാണ്? അള്ളാഹുവിനല്ലേ. നമുക്ക് എന്താ കഴിയുക? ഒരു രാജ്യത്തിരുന്നിട്ട് മറ്റൊരു രാജ്യത്തിന് പിന്തുണ കൊടുക്കൽ ആ രാജ്യത്തിൻ്റെ രീതിക്കും എതിരാണ്. അപ്പം ഇറാന് നാളെ ഈ ഇന്ത്യയോട് അപരാധം ചെയ്തുകൂടെ? ഇന്ത്യ ചെയ്തുകൂടെ? ചെയ്യാലോ. അപ്പം നിങ്ങൾ ആരെ പിന്തുണക്കുക? ഇറാന്. അപ്പം നിങ്ങൾ ദേശദ്രോഹികളായില്ലേ? എവിടേക്ക് നിങ്ങളെ പോക്ക്? ഇറാൻ ഇതൊക്കെ ആവട്ടെ. ഇറാന് ഇപ്പം ഇതിനിടയ്ക്ക് തന്നെ ഇറാൻ ഇന്ത്യൻ കപ്പലുകളെ ആക്രമിച്ചു എന്ന് വാർത്ത വന്നു എന്ന് എന്നോട് ചില ആളുകൾ പറഞ്ഞു. ശരിയാണോ?
മനസ്സിലായല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ കപ്പലുകൾ ആക്രമിക്കുമ്പോൾ നമ്മൾ ഇറാൻ്റെ ഒപ്പം നിൽക്കുമല്ലേ? നിൽക്കാൻ പാടുണ്ടോ ഇല്ലേ? നമുക്ക് ഏറ്റവും വലുത് എന്തെന്നെ നമ്മുടെ രാജ്യമല്ലേ. അത് അവരെ ആഭ്യന്തര പ്രശ്നമാണ്, അല്ലാതെ ദീനി കാര്യമല്ല. ആഭ്യന്തര പ്രശ്നമാണ്. നമ്മളെ ആഭ്യന്തര പ്രശ്നം നമ്മുടെ രാജ്യമാണ്. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ? ഒരു വ്യക്തമായ ചേരിവ് തിരിവ് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഈ ചാനലുകൾക്ക് ബോധപൂർവമാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ കഴിയും. മുസ്ലിങ്ങൾ ഒരു പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ഇറാൻ്റെ ഒരു ചേരിയായിട്ട് മാറുക. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും. ആ കോർണറിലേക്ക് മുസ്ലിമീങ്ങളെ മാറ്റപ്പെട്ടാൽ ഇവിടെ മറ്റു പലതും എളുപ്പമായിരിക്കും. നിങ്ങൾ ഈ വിഡ്ഢികളെ കളിക്കരുത്. ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടാൽ മുസ്ലിമീങ്ങളെ റെഫ്യൂജിയായി പരിഗണിക്കാം. റെഫ്യൂജി കാർഡ് കൊടുക്കാം. അവർക്ക് പാസ്പോർട്ടോ അവർക്ക് മറ്റോ ഉണ്ടാകാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു സഭ പിൽക്കാലഘട്ടത്തിൽ വാദിക്കാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. എന്തുകൊണ്ട് നിങ്ങൾ ഈ നിലക്ക് പോയാൽ കൊല്ലങ്ങളോളം നിങ്ങളൊരു ഇന്ത്യക്കാരാണെങ്കിലും നിങ്ങൾ ഇന്ത്യക്കാരാവൂല. നിങ്ങളെ മനസ്സ് ഇറാൻ്റെ ഒപ്പം, അഫ്ഗാൻ്റെ ഒപ്പം, പാകിസ്ഥാൻ നമ്മൾ നോക്കി നമ്മുടെ ശത്രു അല്ലേ ആര്? പാകിസ്ഥാൻ നമുക്ക് ശത്രുവാണ് പാകിസ്ഥാൻ. എന്തുകൊണ്ട്? മറ്റൊരു രാഷ്ട്രീയമല്ലേ. പാകിസ്ഥാൻ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നമ്മൾ ഇന്ത്യക്കാരല്ലേ. നമ്മൾ ഇന്ത്യയിൽ നിന്നല്ലേ ചോറുന്നത്, നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്, നമ്മളെ ബാപ്പ ഇന്ത്യയിലല്ലേ മരിച്ചു കിടക്കുന്നത്. ഇന്ത്യ ആണോ അല്ലേ? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇപ്പം ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ ഇപ്പം പാകിസ്ഥാനിലേക്ക് അടുക്കുന്നതിനേക്കാളും എളുപ്പത്തിലാണ് ഈ ഒരു വാറോടുകൂടി നമ്മുടെ യൂത്ത് എവിടേക്ക് അടുക്കും? ഇറാനിലേക്ക് അടുക്കും. തിയോളജിക്കലി അത് തെറ്റായി. അവരെ വിശ്വാസം നമ്മളെ വിശ്വാസം, അവരെ രീതികൾ നമ്മുടെ രീതിയിൽ പൂർണ്ണമായും വ്യത്യാസം രണ്ടാണ്. അതേ സമയത്ത് നമ്മളൊരു മാന്യത അവരോട് ഏൽക്കാലത്തും കൽപ്പിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. 2, ഈ വാറിൽ സാമ്രാജ്യത്വ ശക്തികളൊക്കെ ഉള്ള പരാജയപ്പെടുത്തേണ്ടത് അല്ലേ? ആണ്. അത് ശരി തന്നെ ആണ്. അതൊന്നും ഇവിടെ പ്രശ്നമില്ല. പക്ഷേ അത് താൽക്കാലികമായ ഒരു വിജയം നേടി എന്നതിൻ്റെ പേരിൽ ഇറാൻ ഇനി താൽക്കാലികമല്ല നിതാന്തമായ വിജയം നേടി എന്നതിൻ്റെ പേരിലും ഇറാന് ആത്യന്തികമായൊരു പിന്തുണ കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നടന്നെടുക്കുന്ന ദുഹാനി കാലഘട്ടമാണ്. എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ചാനലുകാരോട് ദയവായി പറയാനുള്ളൂ, ചാനലുകാർ യാതൊരു കാരണവശാലും ഇറാൻ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന ഒരു യൂത്തിനെ സൃഷ്ടിക്കരുത്. ഇറാൻ നമ്മുടെ രാജ്യമല്ല, അതൊരു രാജ്യമാണ്. അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പം ഇന്ന് പറഞ്ഞിങ്ങനെ ബിക്കസിരിക്കുമുൽ അസ്നാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വരാം. പക്ഷെ ഇത് പറയൽ ആവശ്യമല്ലേ? അതുകൊണ്ട് ഞാൻ പറയാം, ഇത് ഒരു കാരണവശാലും ഇറാനെ പിന്തുണക്കാൻ പാടില്ല. ഒന്ന്, ഇറാൻ്റെ വിജയം അവസാനത്തെ വിജയം വിചാരിക്കൊണ്ട് ഇറാൻ തകർന്ന് തരിപ്പണോ 100%. ഇറാൻ്റെ ഐഡിയോളജി തന്നെ മാറും, ഷിയ വിശ്വാസം മാറുമെന്നല്ല പറയാം. സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിൽ നിന്ന് ഇറാൻ താമസിയാതെ സാമ്രാജ്യത്വ ചേരിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. ഇറാനിൽ ആഭ്യന്തര വഴക്കുകൾ ഉണ്ടാവും, വളരെ പെട്ടെന്ന് പിടിച്ചിക്കാൻ കഴിയില്ല. ഈ നിലക്ക് മുന്നോട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വേറെയും വരും. പിന്നെ ഹോർമസ് കടലിടുക്ക് ഒരു നിമിത്താണ്. ചിലപ്പോൾ അവർ ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കുകയോ നമ്മളെ മുതലിന് നമ്മൾക്ക് നമ്മുടെ കാര്യമല്ലേ ഇതൊക്കെ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഗ്യാസിന് വില കൂടിയെങ്കിലും നമ്മളെ സർക്കാർ ആര് ഭരിച്ചാലും സാധനങ്ങൾ എത്തിച്ചു തരുന്നുണ്ടോ അല്ലേ? ഉണ്ടല്ലോ. ആ സർക്കാരിനോട് നിങ്ങൾക്ക് പ്രതിബദ്ധതല്ലേ രാജ്യത്തോട്? ആര് ഭരിച്ചാലെന്താ? ആര് ഭരിച്ചാൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് കോൺഗ്രസ് ഭരിച്ചാൽ എന്താ? നിങ്ങൾക്ക് BJP ഭരിച്ചാൽ നിങ്ങൾക്ക് പള്ളി പൊളിക്കരുതെന്നല്ലേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് നമ്മുടെ രാജ്യം തന്നെ പ്രശ്നം, നമുക്ക് നമ്മളെ ഭരണാധികാരികളെ പ്രശ്നം. നമ്മളെ ഭരണാധികാരികളെ സുരക്ഷിത, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിത നമ്മുടെ രാജ്യമാണ്. ആ രാജ്യം ഇപ്പോഴും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷത്തോടെ നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. നമ്മളെ രാജ്യമാണ് എന്ന് അവരും നമ്മൾ അംഗീകരിക്കും. പിന്നെ പൊളിറ്റിക്കൽ താല്പര്യത്തിന് ചില ഏതെങ്കിലും ആൾ എന്തെങ്കിലും പ്രസംഗിക്കുമ്പോഴത്തിന് അതിനെ നേരെ കൗണ്ടർ ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദുക്കളാണ് മുന്നോട്ട് വരുന്നത്. മുസ്ലിങ്ങൾ ഈ നാട്ടുകാരല്ലാന്നോ മറ്റോ എന്തോ ഒരു വാക്ക് ഒരാൾ പറയുമ്പോഴത്തിന് അടുത്ത ആൾ ഒരു ഹിന്ദുവാണ് പറയുന്നത്, അങ്ങനെ പറയാൻ പാടില്ല. മുസ്ലിം രാജ്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ സന്തതികളാണ്. അതിന്
ഏതെങ്കിലും ഒരു വർഗീയവാദി ഇപ്പുറത്തെ ഒരു വാക്ക് പറയുമ്പോഴത്തേന് 1000 ഹിന്ദു സഹോദരങ്ങൾ നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു നന്മയല്ലേ? നിങ്ങൾ വേറൊരു രാജ്യത്തിന് പിന്നാലെ എന്തിനാ പോകുന്നത്? രാജ്യമല്ലേ, അതൊരു പ്രത്യയശാസ്ത്രമല്ല, ഒരു രാജ്യമാണ്. എന്ത്? ഇറാൻ. ഒന്നാമതായി മനസ്സിലാക്കുക, ഇറാൻ നമ്മുടെ രാജ്യം അല്ല. ഇറാൻ്റെ പൊളിറ്റിക്കൽ താല്പര്യം നമ്മുടെ പൊളിറ്റിക്കൽ താല്പര്യം അല്ല. താൽക്കാലം ഇറാൻ ജയിച്ചിട്ടുണ്ടാകാം, എന്നാൽ ഈ യുദ്ധത്തിൽ ഒരിക്കലും ഇറാൻ നിതാന്തമായി ജയിക്കാൻ പോകുന്നില്ല. ഇറാൻ ജയിച്ചാൽ പോലും ഇറാൻ നമ്മുടെ രാജ്യം അല്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ റഹ്മർ റഹീം.